അപ്പോൾ BJPക്ക് പറയാൻ പറ്റാത്ത വർഗീയത CPM-നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പരസ്യം നൽകിയത് ഇടതുപക്ഷമാണെങ്കിലും പണം നൽകിയത് BJP ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ ആക്ഷേപത്തെ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് അവരുടെ വിശദീകരണം വന്നിട്ടുള്ളത്. AICC നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ മീഡിയാവിനോടൊപ്പം ചേരുകയാണ്. സന്ദീപ് ഏട്ടാ നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു നീക്കത്തെ കാണുന്നത്? പ്രത്യേകിച്ച് AICC നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി KPCC ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് വരും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ജസ്റ്റ് ഒരു കട്സി വിസിറ്റ് ആയിരുന്നു. ഞാൻ കോൺഗ്രസ് ചേർന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇലക്ഷൻ്റെ തിരക്കുകൾ കഴിഞ്ഞാൽ വിളിപ്പിക്കും, കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കുകൾ കഴിഞ്ഞു. ഞാൻ 2 ദിവസം മുമ്പ് KPCC-യിൽ പോയിരുന്നു. അപ്പം അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇവിടെ വരേണ്ടതാണ്, വിളിച്ചു വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കട്സി വിസിറ്റ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ സംസ്ഥാനത്ത് സജീവമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഇറങ്ങാനും പോകണം. അപ്പോൾ ഒരു പ്രവർത്തകൻ എന്നതിലുപരിയായിട്ട് എന്തെങ്കിലും സ്ഥാനങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും സൂചനകൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലൊരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല. ഞാൻ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി തുടരും. കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അത് ആ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകും. അത് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് മറ്റു പാർട്ടിയിൽ നിന്ന് അനവധി നേതാക്കൾ വന്നു. പക്ഷെ അവർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു പിന്തുണ പ്രത്യേകിച്ച് നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സന്ദീപ് വാര്യർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മറ്റു ആളുകളെ വെച്ച് താരതമ്യം ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് വലിയ തോതിലുള്ള ഒരു സന്തോഷവും സ്നേഹവും അല്ലെങ്കിൽ ഒക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. വലിയ സ്നേഹം കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളോടുള്ള അവരുടെ പ്രതികരണമായിട്ടോ അതല്ലെങ്കിൽ അതിൽ എൻ്റെ ആത്മാർത്ഥതയോടുള്ള അവരുടെ ഒരു അംഗീകാരമായിട്ടോ ഒക്കെയാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസിൻ്റെ പ്രവർത്തകരും UDF-ൻ്റെ പ്രവർത്തകരും ഒരുപോലെ ഒറ്റ മനസ്സോടുകൂടി സ്വീകരിക്കുന്നതിൽ വലിയ സന്തോഷം. ഈ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയൊരു അന്തരമുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് സ്വീകരിക്കാനായിട്ടുണ്ടോ? അതെല്ലാം ഞാൻ പലതവണ മറുപടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തിനെയാണോ പ്രതിനിധീകരിച്ചിരുന്നത് അത് ആ പാർട്ടിയുടെ നിലപാടുകളായിരുന്നു. ആ നിലപാടുകളെ പൂർണ്ണമായും നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനായിട്ടുള്ളത്. ഇന്ന് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞ 1 മാസത്തോളമായി ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ എനിക്ക് ഇനി പഴയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും അഭിപ്രായം പറയണമെന്ന് തോന്നുന്നില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയിലും രാജ്യത്തിൻ്റെ ബഹുസ്വരതയിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കോൺഗ്രസിൻ്റെ എളിയ പ്രവർത്തകനാണ്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയൊരു നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിന് BJP-ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും പുതിയ നീക്കത്തിലേക്കൊക്കെ ശ്രമിക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് BJPയുടെ ഒപ്പം ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത അങ്ങനെ എന്തെങ്കിലും താങ്കൾ കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കോൺഗ്രസ് രാജ്യത്ത് BJP ഉയർത്തുന്ന ഈ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റത്തെ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള രാജ്യത്തെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് കോൺഗ്രസ്സാണ്. ജനാധിപത്യവാദികൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിനൊക്കെ പ്രതീക്ഷയുള്ളത് കോൺഗ്രസ്സിലാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ വാസ്തവത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരുമിപ്പിച്ച് നിർത്തിയതും രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തിയതും കോൺഗ്രസ് എന്ന് പറയുന്ന ആ സേഫ്റ്റി വാൾവിലുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങളാണ് 2024 ലോക്സഭ ഇലക്ഷനിൽ കണ്ടത്. തീർച്ചയായിട്ടും കോൺഗ്രസ് രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരും, വലിയ ജനപിന്തുണയോടെ വരും. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിക്കുന്നതൊക്കെ പ്രാദേശികമായിട്ടുള്ള മറ്റ് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ദേശീയ തലത്തിൽ BJP-ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷനും രാജ്യത്തില്ല. ഈ പരസ്യം വന്ന ദിവസം തന്നെ, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണല്ലോ ഈ പരസ്യം വരുന്നത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു വാസ്തവത്തിൽ ഈ പരസ്യം നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും അതിന് ഗുണഭോക്താവ് പാലക്കാട് BJP-യാണ്. അപ്പോൾ BJPക്ക് പറയാൻ പറ്റാത്ത വർഗീയത CPM-നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പരസ്യം നൽകിയത് ഇടതുപക്ഷമാണെങ്കിലും പണം നൽകിയത് BJP ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ ആക്ഷേപത്തെ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് അവരുടെ വിശദീകരണം വന്നിട്ടുള്ളത്. അവരുടെ ഒരു ആർഗ്യുമെൻ്റ് ഇപ്പോൾ ആ പരസ്യത്തിലെ പകുതി മാത്രമാണ് നൽകിയത്, മറ്റേത് ഒരു അഭ്യുദയകാംക്ഷി നൽകിയതാണെന്നാണല്ലോ. ആ അഭ്യുദയകാംക്ഷി ആരാണ്?
ഈ പരസ്യം നൽകിയത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു MP രാജേഷും K സുരേന്ദ്രനും നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി CPM-ഉം BJP-യും ചേർന്നിട്ടാണ് ഈ പരസ്യം നൽകിയിട്ടുള്ളത്. അതല്ലെങ്കിൽ BJP വിട്ടു വന്നിട്ടുള്ള ഒരു നേതാവിനെതിരെ CPM എന്തിനാണ് പരസ്യം കൊടുക്കുന്നത്? CPM ആ പരസ്യം കൊടുത്തുകൊണ്ട് പാലക്കാട്ട് ആർക്കാണ് ഗുണമുള്ളത്? BJP-ക്കല്ലേ. അപ്പോൾ കേരളത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന BJP CPM അവിശുദ്ധ ബാന്ധവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള പരസ്യം. അതിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകിയതാണ്. ഇപ്പോൾ അവർ നൽകിയിട്ടുള്ള വിശദീകരണത്തിലൂടെ ഒരു കാര്യം കേരളത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അത് CPM BJP ബാന്ധവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രപരമായ വിജയം, അതിൽ നിന്നാണോ ഈ ഒരു നയമാറ്റത്തിലേക്കും പരസ്യത്തെ തള്ളിപ്പറയുന്ന നിലയിലേക്കും CPM ഇപ്പോൾ എത്താൻ കാരണം? നോക്കൂ, ആ പരസ്യം വന്ന സമയത്ത് ആ പരസ്യം കൊടുത്തപ്പോൾ അവർ പ്രതീക്ഷിച്ചത് മുസ്ലിം വിഭാഗത്തിനുള്ളിൽ ഒരു ഭിന്നിപ്പുണ്ടാകുമെന്നും അത് BJP-ക്ക് അനുകൂലമായി മാറും എന്നുമുള്ളതാണ്. ആ മുസ്ലിം വോട്ടുകൾ ഡിവൈഡായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണഭോക്താവ് പാലക്കാട് BJP ആയിരിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് CPM ആ പരസ്യം കൊടുത്തത്. പക്ഷേ ഉദ്ദേശിച്ച ഫലമല്ല ചെയ്തത്. മറിച്ച് പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർ, അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒറ്റക്കെട്ടായി ആ പരസ്യം കൊടുത്തതിന് പുറകിലെ ദുസ്സൂചന തിരിച്ചറിയുകയും അതിൻ്റെ ദുരുദ്ദേശം തിരിച്ചറിയുകയും മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന പാലക്കാട്ടെ മുഴുവൻ ജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണല്ലോ ചരിത്രപരമായിട്ടുള്ള വിജയം നേടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന കാലങ്ങളിൽ മുഴുവൻ ഇതൊരു പാപഭാരമായി തങ്ങൾക്ക് മേൽ പതിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് CPM ഇപ്പോൾ കൈ കഴുകിയിരിക്കുന്നത്. പക്ഷേ ആ പരസ്യം പൂർണ്ണമായും അവർ നൽകിയതാണെന്ന് അന്നേ അവർ ക്ലെയിം ചെയ്തതാണ്. റേറ്റ് കുറഞ്ഞ പത്രങ്ങളിൽ നൽകിയെന്നേ ഉള്ളൂ എന്നൊക്കെ അവർ തന്നെ ഓൺ ചെയ്ത പരസ്യത്തെ ഇപ്പോൾ അവർ തന്നെ തള്ളിപ്പറയുന്നു. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. BJP CPM അവിശുദ്ധ ബാന്ധവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. LDF-ന്റെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് അവിടെ MP രാജേഷ് ആയിരുന്നു. BJP-യുടെ ഇത് നയിച്ചത് K സുരേന്ദ്രനായിരുന്നു. ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരസ്യം പ്രസിദ്ധീകരിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മതനിരപേക്ഷ നിലപാടിന്റെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു രീതിയാണ് BJP പിന്തുടരുന്നത്. അപ്പോൾ അതിനെ പാലൂട്ടി വളർത്തുന്ന നയമാണോ CPM ഇപ്പോൾ അനുവർത്തിക്കുന്നത്? നോക്കൂ, ആ പരസ്യം വാസ്തവത്തിൽ BJP-ക്ക് നിഷേധിക്കാൻ കഴിയാത്ത, എന്നാൽ BJP-ക്ക് അനുകൂലമായി സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പരസ്യത്തിൽ വന്നത്. ആ പരസ്യം അങ്ങനെ വന്നാൽ ഒരേ ഒരാൾക്ക് മാത്രമേ ഇലക്ഷനിൽ ഗുണമുള്ളൂ, അത് BJP-യുടെ സ്ഥാനാർത്ഥിക്കാണ്. CPM റിസ്ക് എടുത്തിട്ട് ആ പരസ്യം എന്തിനു കൊടുക്കണം? അപ്പോൾ BJP-യെ സഹായിക്കാനാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ BJP-ക്ക് വേണ്ട മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയായി CPM മാറിയിരിക്കുന്നു. ഇലക്ഷനിൽ അവരെ സഹായിക്കുന്ന നിലപാടുകൾ ഉണ്ടാകുന്നു. BJP-ക്ക് വേണ്ട നറേറ്റീവുകൾ സൃഷ്ടിക്കാൻ വേണ്ടി CPM സാഹചര്യം ഒരുക്കുന്നു. ഇത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഇക്കാര്യം തിരിച്ചറിയണം. കേരളത്തിലുള്ളത് പിണറായി വിജയനും BJP-യും ചേർന്ന അവിശുദ്ധ ബാന്ധവമാണ്. CPM BJP അവിശുദ്ധ ബാന്ധവമാണ്. അതിനെതിരായിട്ടുള്ള നിലപാടുകൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് കേരളത്തിൽ അനുഭവിക്കേണ്ടി വരും. കേരളവും വർഗീയവാദികളുടെ കരങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള കരുതലോട് കൂടിയിട്ടുള്ള സമീപനമാണ് ഇനിയുള്ള കാലങ്ങളിൽ വേണ്ടത്. 2026 സംസ്ഥാനം ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ യുവാക്കൾക്കുള്ള പ്രാതിനിധ്യം BJP അപേക്ഷിച്ച് കോൺഗ്രസിൽ എങ്ങനെയാണ്? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ കേരളത്തിലെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള യങ് ലീഡർഷിപ്പുള്ള പാർട്ടി കോൺഗ്രസ് അല്ലേ? ലീഡർഷിപ്പ് മാത്രമല്ല, നിങ്ങൾ ഫ്രം എന്താ പറയുക, ഏറ്റവും താഴത്തെ തട്ട് മുതൽ ഏറ്റവും മുകൾ തട്ട് വരെയുള്ള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലൊക്കെ വളരെ വിസിബിളായിട്ടുള്ള യൂത്തിൻ്റെ പ്രാതിനിധ്യമുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യങ് ലീഡർഷിപ്പുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അവർ കഴിഞ്ഞ് കുറേ കാലമായി എടുത്തിട്ട് എഫേർട്ട് കൊണ്ടാണല്ലോ ഇത്രയും യങ് ലീഡേഴ്സ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അത് മറ്റു പാർട്ടികൾക്ക് കൂടി മാതൃകാപരമായിട്ടുള്ള നിലപാട് അക്കാര്യത്തിൽ കോൺഗ്രസിനുണ്ട്. ഓക്കെ, മല്ലികാർജ്ജുൻ ഖാർഗെയുമായി രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയുള്ള സൂചനകൾ വല്ലതും ഉണ്ടോ? ഇല്ല, അത്തരത്തിൽ ഒന്നുമില്ല. ഞാൻ ഇന്നലെ നമ്മുടെ ബഹുമാനായിട്ടുള്ള KC വേണുഗോപാൽജിയെ കണ്ടിരുന്നു. ദീപാദാസ് മുൻഷിജി, കേരളത്തിൻ്റെ ചാർജുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലാജി, കൊടിക്കുന്നിൽ സുരേഷ്ജി, അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പലരെയും കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരെ ഇനിയും കാണാനുണ്ട്.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി പറയുന്നതനുസരിച്ച് ഇവിടെ AICCയുടെ കേരളത്തിൻ്റെ ചാർജുള്ള സെക്രട്ടറി PV മോഹൻജി ഉണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശാനുസരണം അവർ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. എന്തായാലും സന്ദീപ് വാര്യർ മീഡിയാവിനോട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള യാതൊരു നീക്കങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. താൻ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കും. പാർട്ടി പറയുന്നത് എന്താണോ അതനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹരിമുണ്ടുവിനൊപ്പം സജു തോമസ്, മീഡിയ 1.